വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അടാറ് പണി കിട്ടി. വണ്ടി ഒന്ന് കംപ്ലൈൻ്റ് ആയി, ഗ്യാസിലോട്ട് മാറുന്നില്ല. അതായിട്ട് ഇങ്ങനെ ഡ്രോപ്പായി കിടക്കിയിരുന്നു. ഈ സ്ഥലത്താണ് വന്ന് വിട്ടിരിക്കുന്നത്. നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട്. ഒരു 3-4 മണിക്കൂറായി. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഫ്രണ്ട്സ് വന്നിട്ട് വണ്ടി നോക്കുന്നുണ്ട്. പറ്റിയില്ല, ശരിയായില്ല എന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഏതാണോ സ്ഥലം ഓടി ഇവിടെ എത്തി. ഓരോന്ന് തീരുമ്പോൾ ഓരോരോ പണി ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ എന്തോ വയറിങ്ങിൻ്റെ ചെറിയ പ്രശ്നമായിട്ട് അടുത്ത വർക്ക്ഷോപ്പിലോട്ട് എത്തി. ഇലക്ട്രിക്കൽ പരമായിട്ട് എന്തോ ഒരു ഇഷ്യൂ. അപ്പോഴേക്കും നല്ല സ്നോഫാളും ഉണ്ട്. കട്ടൊക്കെ വീഴുന്നു. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും വണ്ടി മൂടും. ഞാൻ പിന്നെ ജാക്കറ്റിനുള്ളിൽ കയറി. തല നനഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ജലദോഷം പനി കൂടി പിടിച്ചു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ റൂമിൽ തന്നെ ഇരിക്കേണ്ടി വരും, പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാതെ. ഓ, ആ മരത്തിൽ ഫുള്ള് ഇപ്പം തന്നെ സ്നോ തങ്ങിയിട്ട് തുടങ്ങി. കുറച്ചുകൂടി കഴിയുമ്പോൾ ഫുള്ളാവും. അപ്പോൾ നമ്മുടെ അർമേനിയൻ അപ്പൻ വന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തോ സംഭവം നോക്കിയിട്ട് എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ആള് വരും. ശരി. തണുത്ത പുക. നമ്മുടെ ആള് അർമേനിയ അപ്പച്ചൻ അവിടെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. ഒടുക്കത്തെ സ്നോയാ. അവിടെ നിർത്തിയിട്ട വണ്ടികളിൽ ഫുള്ള് സ്നോ നിറഞ്ഞു. നമ്മുടെ വണ്ടിയിലുണ്ട്. ഈ സൈഡത്തെ ലൈറ്റ് ഉണ്ടായിരുന്നു, അത് റെഡിയാക്കി. അപ്പം ഇതുകൂടിയും ബാലൻസ് ഇവിടെ റെഡിയാക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോകാൻ പറ്റും. കാര്യമായിട്ടുള്ള പണിയിലാണ്. അപ്പോൾ വണ്ടീൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നേരെ അങ്ങോട്ട് പോകണം. പുള്ളീനെ കൊണ്ടാക്കണം. പുള്ളീനെ കൊണ്ടാക്കിയിട്ട് ഞാൻ പിന്നെ റിട്ടേൺ റൂമിലോട്ട് പോകും. വണ്ടി പരിപാടിയായിട്ട് ഇറങ്ങിയിട്ട് ഇതാണ് ഇന്നത്തെ അവസ്ഥ.